ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് ക്രിപ്റ്റോയിൽ എന്താണ് അവസ്ഥ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി എന്തായാലും വാച്ച് ചെയ്യാം. നമ്മുടെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് മുകളിലുള്ള ഈ ലിക്വിഡിറ്റീസ് ഓൾറെഡി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് ഒരു ഇന്റേണലി ഈ താഴെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി മാർക്കറ്റ് ടേക്ക് ചെയ്തതിന് ശേഷം വളരെ അഗ്രസീവായിട്ടൊന്ന് ഫോളോ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ വ്യൂ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ ബെയറിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫോള് തന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് തന്നു. ശേഷം അവർ താഴത്തേക്കുള്ള ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ താഴത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഈക്വൽ ലോസ് ഒക്കെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഈക്വൽ ലോസ് ഒക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഈക്വൽ ലോസിൻ്റെ ലിക്വിഡിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ താഴെ നമ്മുടെ ഈ 1 hour ഡിമാൻഡ് സോണിൽ ഓൾറെഡി ലിക്വിഡിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് എക്സാക്റ്റ് ഈ ഒരു 1 hour ഡിമാൻഡ് സോണിലേക്ക് ഇനി എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ട്രേഡ്സ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ട്രേഡ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സോണിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു സോണിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടൈം ഫ്രെയിം നമ്മൾ കൺഫർമേഷൻ എടുത്തുകൊണ്ട് ഇവിടെ ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി ഇവിടം വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഈക്വൽ ലോസിലും അതുപോലെ തന്നെ അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്താൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് നമുക്ക് ഓൾറെഡി ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. സ്റ്റിൽ ബട്ട് നമ്മൾ ഈ ഒരു റേഞ്ചിൽ മാത്രം ഇപ്പോൾ ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ട്രേഡ്സുമായിട്ട് നമ്മൾ എന്താണ് സ്റ്റിൽ റണ്ണിങ് ആണ്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എന്തായാലും ഈ ഒരു ട്രേഡ്സിൽ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റ് എക്സാക്റ്റ് ഒരു ഡയറക്ഷൻ തരുന്നില്ല. ബിറ്റ്കോയിനിലൊക്കെ നമുക്ക് എക്സാക്റ്റ് ഡയറക്ഷൻ തരുന്ന മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളൂ. നമുക്ക് നോക്കിയാൽ ഈ ഒരു 4 hour ഡിമാൻഡിലും അതുപോലെ തന്നെ ഈ ഒരു സോണും മാർക്കറ്റ് 64 അല്ലെങ്കിൽ 67 ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. മാർക്കറ്റ് സ്റ്റിൽ ഈ 2 റേഞ്ചുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് ഡയറക്ഷൻ തരാത്തത്തോളം നമുക്കൊരു ലോങ് ട്രേഡ്സിനൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഇവിടെ ഇല്ല. പിന്നെ ചെറിയ പോയിന്റ്സ് ഒക്കെ പിടിച്ച് മാറാം. ഒരു 500 പോയിന്റ് 1000 പോയിൻ്റൊക്കെ നമുക്ക് പിടിച്ച് മാറാമെന്നുള്ളൊരു ചെറിയ ട്രേഡ്സുകൾ മാത്രമേ ഓൾറെഡി ഈ റേഞ്ചിൽ നമുക്ക് സ്കോപ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളും ഇവിടെ ചെയ്യുന്നത് ചെറിയ പോയിന്റ്സ് ജസ്റ്റ് സ്കാൽപ്പിംഗ് പോലെ ഒരു 500 പോയിൻ്റൊക്കെ ബിറ്റ്കോയിനിലൊക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ നോക്കിയാൽ കാണുന്ന 4 hour ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് കുറേ ദിവസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എക്സാക്റ്റ് ഒരു ഡയറക്ഷൻ മാർക്കറ്റിനുള്ള കിട്ടുന്നില്ല. വാറണ്ടി ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. മേ ബി മാർക്കറ്റ് ഡയറക്ഷൻ തരുന്നില്ല. ചെറിയൊരു മൊമെൻ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചെറിയൊരു മൊമെൻ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. സ്റ്റിൽ നമ്മൾ ഒരു വലിയ ട്രേഡ്സിനേക്കുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മളിപ്പോൾ നിലവിലിവിടെ ഓൾറെഡി വലിയ ട്രേഡ്സൊന്നും ഇപ്പം നിലവിൽ എടുക്കുന്നില്ല. ഈ ഒരു ട്രേഡ്സ് ആയാലും നമ്മൾ ചെറിയ റിസ്ക് ലോഡ് മീൻസ് 1:1 1.45 ആ ഒരു റേഞ്ച് വരെ മാത്രമേ നമ്മൾ ഈ ഒരു ട്രേഡ്സൊക്കെ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുള്ളൂ. മാർക്കറ്റ് ഒരു ഡയറക്ഷൻ തരാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെറിയ ട്രേഡ്സുകൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്റ്റിൽ നമ്മൾ എന്തായാലും നോക്കാം മാർക്കറ്റ് എന്താണ് അവസ്ഥ. ഇപ്പം എല്ലാ മാസവും നമുക്ക് ഒരുപോലെ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല. മാർക്കറ്റിൽ എല്ലാ തവണയും ഒരുപോലെ തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യത്തില്ല. മാർക്കറ്റ് എന്തായാലും റേഞ്ച് മാർക്കറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം നിലവിൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റേഞ്ച് ക്രിയേഷനാണ് നടക്കുന്നത്. ചെറിയ പോയിന്റുകളിൽ ഇപ്പം ബിറ്റ്കോയിനെ സംബന്ധിച്ച് ഒരു 1000 അല്ലെങ്കിൽ 2000 3000 പോയിന്റുകളിൽ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്തതിന് ശേഷം എക്സാക്റ്റ് ഒരു പോയിന്റിൽ നമുക്ക് ഒരു ലോങ് എൻട്രിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് എൻട്രിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻട്രീസ് എടുക്കുന്നതാണ്. സ്റ്റിൽ നമ്മളെടുക്കുന്ന എൻട്രീസ് എല്ലാം ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങളതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരെ ഞങ്ങളെടുക്കുന്ന ട്രേഡ്സ് ആ സമയത്ത് തന്നെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ്സുകൾ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം. നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ്സ് എന്താ അവസ്ഥ നോക്കാം. മറ്റൊരു ദിവസം മറ്റൊരു ട്രേഡ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.